നിന്ന് കൊടുക്കടി. എവിടെ എന്നിട്ട് വീട്? പള്ളിപ്പറമ്പിൽ. പള്ളിപ്പറമ്പിലെവിടെ? ശ്മശാനത്തിന്റെ അടുത്താ. സ്വന്തം പശുവാ? കാശ് കൊടുത്ത് മേടിച്ച. അതാ ചോദിച്ചത്, സ്വന്തം പശുവാണോ? എന്താ പശുവിന് കുഴപ്പം? ഒരു ദിവസം പശുവിനെ കെട്ടാൻ വേണ്ടി ഞാൻ പറമ്പിൽ ചെന്നു. ഞാൻ പുല്ലരിഞ്ഞോണ്ട് നിന്നപ്പോ ഒരു കാക്ക വന്ന് പശുവിന്റെ ചെവിയിൽ എന്തോ മന്ത്രിച്ചു. അന്ന് മുതൽ തുടങ്ങിയതാ ഇതിന് ഈ ചൊറിച്ചില്. ചൊറിച്ചില് ശരിയാക്കി തരാം. അതുകൊണ്ടാ സാറെന്തായി കാണിക്കുന്നത്? സിനിമാ തിയേറ്ററിൽ ടിക്കറ്റ് എടുക്കാൻ കൈയിടുന്ന മാതിരി. പശുവിന്റെ രോഗവിവരം എന്താണെന്ന് അറിയണമെങ്കിൽ ഇങ്ങനെ പരിശോധിക്കണം. എന്താ സാറേ എന്റെ പശുവിന് അസുഖം? കമ്മ്യൂണിസ്റ്റിന്റെ കുഴപ്പമാണോ? കമ്മ്യൂണിസ്റ്റാ? ഓ, തന്റെ തൊടിയിലെ കമ്മ്യൂണിസ്റ്റ് പച്ച നിന്നിട്ട് പശുവിന് വൈറസ് സംഭിച്ചിരിക്കുക. മരുന്ന് കുറിച്ച് തരാം, അത് കഴിച്ചാൽ മതി. ഞാനാ? തനിക്കാണോ ചൊറിച്ചില്, പശുവിനാണോ ചൊറിച്ചില്? പശുവിന്. എന്നാ പിന്നെ ചൊറിഞ്ഞു കൊടുക്ക്. ചൊറിയാനാ? ഇതെവിടെ എവിടെ ചൊറിയേണ്ടത്? സാർ ജിലേബി. അയ്യോ, ജിലേബിയോ? ഇത് കഴിക്കണം ആഗ്രഹമുണ്ട്, പക്ഷെ കഴിക്കാൻ പറ്റില്ലല്ലോ, ഷുഗർ അല്ലേ. ഇനി എന്റെ ജീവിതം മധുരമില്ലാത്തതാണ്, എന്ത് ചെയ്യാ? ഇതാകുമ്പോ ഷുഗറിന് ബെസ്റ്റാ. ഉണ്ട് ചാണകം. താഴെ ഓരടോ. അതെ, വീട്ടിലെ ഭാര്യയും കുട്ടികളും മാത്രമേ ഉള്ളൂ. ഒരു നാരങ്ങ അങ്ങെടുത്തോ. ശ്വാസം വലിക്കൂ, ശ്വാസം വലിച്ചു വിടൂ, ഒന്നുകൂടെ വലിച്ചു വിടൂ. Come on. ഹിസ്റ്റീരിയ അംബ്രഡോറിയ. എന്താ പേര്? പട്ടി. ഇത് പട്ടിയാന്ന് എനിക്കറിയാം. നിങ്ങളുടെ പേരെന്താണെന്നാ ചോദിച്ചത്? എൻ്റെ പേര് തന്നെ സാറേ പറഞ്ഞത്, പട്ടിക്കുട്ടൻ. പട്ടിയെ വളർത്തുന്ന ജോലിയുള്ളത് കൊണ്ടേ നാട്ടുകാരുടെ പേരാ പട്ടിക്കുട്ടൻ. ഓ, മിസ്റ്റർ പട്ടിക്കുട്ടൻ. ഈ പട്ടിക്കുട്ടൻ്റെ പട്ടിയുടെ പേരെന്താണ് കുട്ടാ? ഡോബർമാൻ. ഡോബർമാൻ. ഇത് ഡോബർമാനൊന്നുമല്ല, ഇത് ഡോബർമാൻ നോർമൽ മാനിലുണ്ടായ കുട്ടിയാ. നോർമൽ മാനോ? അതേടോ, നാടൻ പട്ടി. അതിരിക്കട്ടെ, ഉച്ചയ്ക്ക് എന്താ കഴിച്ചത്? ചെക്ക് കഴിക്കാറില്ല, വൈകിട്ട് 2 എണ്ണം. എന്റെ പൊന്നു ടീമേ, ഈ പട്ടി എന്താ ഉച്ചയ്ക്ക് കഴിച്ചെന്നാ ചോദിച്ചത്? പട്ടിക്ക് രാവിലെ 6 മണിക്ക് പാലും പഴവും ബിസ്ക്കറ്റും, 9 മണിക്ക് ചിക്കനും ചപ്പാത്തി, 11 മണിക്ക് ഒരു ജഗ് നിറച്ച ആപ്പിൾ ജ്യൂസ്, പിന്നെ ഉച്ചക്ക് കരിമീൻ കറിയും ചോറും. ഇത് പട്ടിക്ക് മാത്രമേ കൊടുക്കത്തുള്ളൂ? അതെ. അപ്പൊ നിങ്ങൾ എന്ത് കഴിക്കുന്നത്? ഞാൻ കഞ്ഞിയും ചമ്മന്തിയും. അപ്പൊ നിങ്ങളല്ലേ മുതലാളി? നിങ്ങൾ കഞ്ഞിയും ചമ്മന്തിയും, പട്ടിക്ക് ഭയങ്കര ലാവിഷ് ഫുഡും. എന്ത് കാര്യം? നിങ്ങെന്ത് വരുമാനം? അല്ല, ജോലിയും വരുമാനം നോക്കിയിട്ടല്ല സാറേ, ഞാനും പട്ടിയും തമ്മിൽ അത്ര നല്ല ബന്ധമാണ്. എൻ്റെ വീട്ടിൽ എന്നേക്കാളും സ്ഥാനം പട്ടിക്കാ, അതുകൊണ്ടാ. ഇവർ ഞാൻ ഈ പട്ടിയെ വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകണം. ഞാനത് റെഫർ ചെയ്ത് തരാം കേട്ടോ. നല്ല ഫുഡൊക്കെ കൊടുക്കുക. സാർ എക്സ്ക്യൂസ് മീ, താമരക്കടോ. മെഡിക്കൽ കോളേജിൽ ഒന്ന് പോകണം. സാറിൻ്റെ എല്ലാ അസുഖങ്ങളും മാറും. ഓക്കെ, എടുത്തോട്ട് നോക്കോ. പട്ടിയായിട്ട് ജനിച്ചാൽ മതി. ജിലേബി. എന്താ വിശേഷം? കഴിഞ്ഞ തവണ ഞാൻ അടവച്ച് വിരിയിച്ച കോഴിക്കുഞ്ഞുങ്ങളൊക്കെ വിറ്റ് തീർന്നു, അതിന്റെ ചെലവാ. കൺഗ്രാചുലേഷൻസ്. അതെ, മൃഗാശുപത്രിയിൽ ചെലവ് ചെയ്യുമ്പോൾ ഇങ്ങനെ ജിലേബിയും ലഡു ഒന്നും അല്ല, വല്ല ചിക്കനോ മട്ടനോ ഒക്കെ ചെയ്യണം. അതിനെന്താ, ഈ ഭക്ഷണം കഴിക്കാനും കൊടുക്കാനും എന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. അത് കണ്ടാ തോന്നും. സാറിനെയും കണ്ടാ തോന്നും. എന്നാ ഞാൻ പോട്ടെ സാറേ. അയ്യോ, പോവാണോ? എന്താ തിരക്ക്? അല്ല, ഇത് തീർന്നതിന് മുന്നേ ബാക്കിയുള്ളവർക്കും കൊടുക്കണേ, അതാ. ശരി. ഇത് കൊണ്ടുപോയിട്ടേ മുണ്ടാണ്ടെ ഒരക്ഷരം ഉരിയാടാണ്ട് പയ്യൻ്റെ കൗത്തിൽ കെട്ടണം. പിന്നെ ചൊരാന്ന് ചൊരത്തിക്കോളൂ. സന്തോഷമായിട്ട് പോയിക്കോ. ഡോ, ദക്ഷിണ വെച്ചിട്ട് പോടോ. ഞമ്മക്ക് വേണ്ടിയിട്ടല്ല, പക്ഷെങ്കിൽ ദക്ഷിണ വെച്ചില്ലെങ്കിൽ ഫലം കിട്ടൂല, അതുകൊണ്ടാ. സന്തോഷം. സാറേ ജിലേബി. എന്താണ് മക്കാറാക്കാൻ മണ്ടോതിരിയെ? ഇതിനകത്തേടെ ജിലേബി? അയ്യോ, ജിലേബി ഒക്കെ തീർന്നോ? സോറി ഉസ്താദേ, ആ
സോയ്മര സാറും സത്യശീല സാറും ഒക്കെ കൂടി ആർത്തു പിടിച്ച് മുഴുവൻ തീർത്തു. സാരല്ല, ഞാൻ ലഞ്ച് ബ്രേക്കിന് വാങ്ങിക്കൊണ്ടുവരാം. വേണ്ട, ഞമ്മക്ക് ജിലേബി വേണ്ട. അങ്ങനെ പറയില്ലേ സാറേ. ഞമ്മക്ക് വല്ല ഈന്തപ്പയോ പത്തിരോ കോയോ മതിയെന്ന്. ആ മണ്ടോതിരി ഗെറ്റ് ഔട്ട്. ചെല്ല് ചെല്ല്. സാർ തിരക്കിലാണോ സാർ? കണ്ടാലറിഞ്ഞൂടെ, ഞാൻ അല്പം തിരക്കിലാണ്. വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ശ്രദ്ധ ഒരല്പം പാളിയാൽ പണിപാളും. സാർ വത്സല മാഡം വന്നിട്ടുണ്ടോ? ആ, എനിക്കറിയില്ല, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ. ഷോ മാഡത്തിന് ഒന്ന് കാണണമായിരുന്നു. അയ്യോ, പാമ്പ് ചാത്തു. നിങ്ങൾ ഒറ്റയാണ് പാമ്പിനെ കൊന്നത്. ഏത് പാമ്പ്? ഒരു മൃഗാശുപത്രി പാമ്പ് ചെയ്യാൻ പോകാൻ കാണും. ഇനി ഞാൻ അതുപോലെ തുടങ്ങണ്ടേ? മോദി സാറേ, ഇഞ്ചക്ഷൻ കൊടുക്കാനുള്ള എലിക്കുഞ്ഞെവിടെ? സാറേ, എന്ത്? വത്സല മാഡം വന്നിട്ടുണ്ടോ? അച്ചോടാ, വത്സലമ്മയുടെ ഒന്നും വന്നിട്ടില്ല. എന്താ കാര്യം? അയ്യോ, എന്റെ ചുരിദാറും ബ്ലൗസും ഒക്കെ തയ്ച്ച് ഇന്ന് വരാന്ന് പറഞ്ഞതാ. ആര്? വത്സല മാഡം. ഓ, വത്സലമ്മയാണോ ഇതെല്ലാം തയ്ക്കുന്നത്? വർഷങ്ങളായിട്ട് എന്റെ ചുരിദാറും ബ്ലൗസും ഒക്കെ വത്സല മാഡം തയ്ക്കുന്നത്. വത്സല മാഡം തയ്ച്ചാലേ നല്ല കറക്റ്റ് അളവാ. കണ്ടാ പറയൂല. എന്ത്? വത്സലമ്മയുടെ വത്സലമ്മയുടെ ലീവാണല്ലോ. ഷോ, അപ്പൊ എന്റെ ബ്ലൗസോ? ഞാൻ തയ്ച്ചെന്നാ മതിയോ? നന്നായി തയ്ച്ചു തരും. നന്നായി തയ്ച്ചേ. എല്ലാം നന്നായി. ഹലോ, ആ നിങ്ങൾ ആ മൊബൈൽ ഫോൺ എടുത്തിട്ട് ഒന്ന് ആടിന്റെ കൂട് വരെ പോയി, എന്നിട്ട് ആടിന്റെ തൊള്ളേന്റെ അടുത്തേക്ക് മൊബൈൽ ഫോൺ വെച്ചു കൊടുക്കി. ആട് കരയട്ടെ, ആട് കരയുമ്പോ മനസ്സിലാവും ആടിന് എന്താ സൂക്കേടെന്ന്. ആ വെച്ചു കൊടുക്കി. മോളെ ഒന്ന് സംസാരിച്ചേ. ആ, ഇത് കുഴപ്പമില്ല. ഇത് ചെറിയൊരു മൂക്കടപ്പന്റെ പ്രശ്നമുള്ളൂ. ജലദോഷാണ്. നിങ്ങൾ ഇങ്ങോട്ട് പോരി, മൃഗാശുപത്രിയിലേക്ക് പോരി. ഒരു തുള്ളി മരുന്ന് തരും ഞാൻ. അത് ആടിന്റെ മൂക്കിൽ ഇട്ടിച്ചെടുത്താൽ മതി. മൂക്കേടാന്ന് അനക്കെന്തോ ആട്ടും കാട്ടവും കൂർക്കലും കണ്ടാ തിരിച്ചറിയില്ല. എനിക്ക് ആടെ എൻ്റെ മൊയിലാളിക്കൊന്ന് കൊടുക്ക്. ആ, എനിക്ക് കേൾക്കാം സാറേ, ഇത് ലൗഡ് സ്പീക്കറിലാണ്. അജ്ജന്യേനി അപ്പൊ രണ്ടാൾ കൂടിയാ വർത്താനം പറയണേ. ലൗഡ് സ്പീക്കറിൽ ഇട്ടേക്കും അല്ലേ? ആ, എന്നാ പറഞ്ഞ പോലെ ഇങ്ങോട്ട് പോരി, മരുന്ന് ഇവിടുന്നാ തരിക. ശരി. ഓരോരോ ഇടങ്ങേറുകൾ വരും രാവിലെ തന്നെ. സാർ പട്ടി. നമ്മൾ പട്ടിയോ? അല്ല സാർ, പട്ടി കുറക്കുന്നില്ല. അതിന് സാർ വീട് വരെ ഒന്ന് വരണം. അന്റെ പേരല്ലേ പട്ടി കുറയ്ക്കാത്തതിന് നമ്മൾ അവിടെ ഒന്ന് കുറയ്ക്കണം. അല്ല, പട്ടി കുറക്കുന്നില്ലല്ലോ സാർ. അതിന് അപ്പൊ സാറ് വീട് വരെ ഒന്ന് പരിശോധിക്കണം. ആ, ഒന്നും നടക്കൂല. പട്ടി ഇങ്ങോട്ട് വരണം, അങ്ങോട്ട് നമ്മളെ പട്ടി വരും. കൊണ്ടുവരാം സാർ. ആ, കൊണ്ടുവരണോ? അല്ല, എന്താ പട്ടി കുറയ്ക്കുന്നില്ല എന്നാ പറഞ്ഞേ? ആ, കുറക്കുന്നില്ല. ആ, വീട്ടുകാരൊക്കെ ഒന്ന് സൂക്ഷിക്കണം, നല്ലതാണ്. അതെന്താ സാർ? എടു, കുറയ്ക്കാത്ത പട്ടി കടിക്കടോ. അതുകൊണ്ട് എല്ലാരും ഒന്ന് സൂക്ഷിക്കണ നല്ലതാണ്. അല്ല, ഈ കഴിഞ്ഞ പ്രാവശ്യമോ എന്റെ പട്ടിനെ സ്വയംവര സാർ എടുത്തല്ലേ കാണിച്ച്? അതെ. എന്നിട്ട് എന്താ ഇപ്പം ഇങ്ങോട്ട് ഒരാള് നോക്കിയ പട്ടീനെ നമ്മൾ നോക്കൂലട്ടാ. ചെല്ല്, ചെല്ലടോ. ഓ, അടവയ്ക്കുകയായിരിക്കും. സഹായിക്കണോ? എന്തിനാ അടയിരിക്കാനാ? പോ മണ്ടു. മണ്ടുവിന്റെ ഒരു തമാശ. മൃഗങ്ങൾ എന്നും എനിക്കൊരു വീക്ക്നെസ് ആയിരുന്നു. അതേ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. മുട്ടയെടുത്ത് തലയടിച്ച് പൊട്ടിച്ചാണ്ടല്ല. പിന്നെ ഒരു കാര്യം പറയുമ്പോൾ മൃഗങ്ങളോടായിരുന്നു എനിക്കെല്ലാം കമ്പം. കുട്ടിക്കാലത്ത് സ്കൂൾ വിട്ടു കഴിഞ്ഞ് ഞാൻ അച്ഛനോട് എപ്പോഴും പറയുമായിരുന്നു, അച്ഛാ എന്നെ മൃഗശാലയിൽ കൊണ്ടുപോകൂ, അച്ഛാ എന്നെ കാട്ടിൽ വിടൂ, അച്ഛാ എന്നെ മൃഗവൈവിധ്യം കാണാൻ അനുവദിക്കൂ. എൻ്റെ നിർബന്ധം സഹിക്കാൻ വയ്യാതെ അവസാനം അച്ഛൻ എനിക്ക് കൂട്ടിന് ഒരു കുട്ടിക്കറിനെ വാങ്ങിച്ചു തന്നു. സ്വഭാവം അതിന്റെ തന്നെയാ. എനിക്ക് കൂട്ടിനായിട്ട് ഒരു ഇണക്കിളിയെ വേണം. മണ്ടുവിന് താല്പര്യമുണ്ടെങ്കിൽ മണ്ടു എൻ്റെ കിളിയാകുമോ? എനിക്ക് സമ്മത. പക്ഷേ എന്റെ ചേട്ടൻ പാണ്ടിലൂറിയിലെ കിളിയാ. പുള്ളിക്കാരൻ സമ്മതിക്കോ എന്തോ? ഈ സ്വയംവരം ചെയ്യാൻ മണ്ടോദരിക്ക് സമ്മതമാണോ? മണ്ടോദരി, ഈ ഒരു മാടപ്രാവിന്റെ ഹൃദയമാണ് എനിക്കുള്ളത്. പക്ഷേ തൊലിക്കെട്ടി കണ്ടാമൃഗത്തിന്റെ സെയിം വിഞ്ച്. ഇങ്ങനെയാണോ അടവയ്ക്കുന്നത്? കോഴി മാറ്റൂ, ഞാൻ അടുക്കി തരാം മുട്ട. അതായത് ഈ മുട്ട ഇങ്ങനെ വന്നിട്ട് കൊണ്ടോ എല്ലാം പൊട്ടിച്ചു. 2 എണ്ണം ബാക്കിയുണ്ട്. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വേഗം നട. എന്റെ പശു എവിടെയെങ്കിലും കറങ്ങി നിന്നോളൂ. കാളി ചവിട്ടി ഒരു തൊഴിയെന്നാണല്ലോ. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വരാന്.
ആ രണ്ടാളിനെ ഇങ്ങോട്ടാ. ഞാൻ ഒന്ന് മൃഗാശുപത്രി തനിക്കെന്താ അസുഖം? എന്റെ വായൊന്നും കേക്കണേ. പോ 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 ഇങ്ങോട്ട് പറ. ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് ഇങ്ങോട്ട്. അയ്യോ ആ ഇവിടെ നിന്നോ കേട്ടാ. ഞാനേ അകത്ത് പോയി നിന്റെ ഇൻഷുറൻസിന്റെ കാര്യം നോക്കിട്ട് ഇപ്പം വരാവേ. വാഴക്കളം ചന്തയെന്ന് പോത്തിന്റെ തലേന്ന് കേട്ട അതേ ശബ്ദം. നമസ്കാരം സാർ. ആ നമസ്കാരം. അതെ, എനിക്ക് ഇൻഷുറൻസും നമ്പരും കിട്ടിയിട്ടില്ല. കിട്ടിയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ടേ. തനിക്കെന്തിനാ ഇൻഷുറൻസ് നമ്പരും? എന്താ? തനിക്കെന്തിനാന്ന്? അല്ല പശുവിന്. ആ തന്റെ പശുവിനോ? അതെ അതെ. ആ പശുവിനൊക്കെ കിട്ടാൻ ഒരുപാട് താമസം എടുക്കും. എത്ര താമസം എടുത്താലും വേണ്ടിയില്ല, പക്ഷെ ഫാൻസി നമ്പർ തന്നെ കിട്ടണം. പശുവിന് ഫാൻസി നമ്പരും? ആ 1717. എന്റെ മൊബൈൽ നമ്പരും വണ്ടി നമ്പരും 1717. 17 എന്റെ ഭാഗ്യ നമ്പർ. ആ ഭാഗ്യ നമ്പർ തന്നെ എന്റെ പശുവിനും കിട്ടണമെന്ന് എനിക്ക് ഒരേ വാശി. 19 സ്വയംവരം സാറേ, പ്രഷറിന്റെ അസുഖമൊക്കെ കുറവുണ്ടോ? എന്റെ അല്ല ഒന്നും പറയണ്ട, ഇപ്പോഴും പഴയ പോലൊക്കെ തന്നെ കൂടിയിരിക്കുകയാണ്. മരുന്ന് കൃത്യമായിട്ട് കഴിക്കണേ, അല്ലെങ്കിൽ പിന്നെ വീണ്ടും വരുമെന്നേ തലകറക്കം. പിന്നെ സാർ അപ്പൊ എന്റെ കാര്യം? തന്റെ കാര്യല്ലേ. തനിക്ക് എത്ര പശുവുണ്ട്? 4 പശുവുണ്ട്. ഒരു ദിവസം എത്ര ലിറ്റർ പാല് കിട്ടും? ഒരു 50-60 ലിറ്റർ കിട്ടും. ആണോ? അപ്പൊ താൻ ഒരു കാര്യം ചെയ്യും, 2 ലിറ്റർ പാല് വെച്ച് ദിവസം എന്റെ വീട്ടിൽ എത്തിക്കണം. അയ്യോ, എനിക്ക് ഇപ്പൊ തന്നെ ആവശ്യത്തിലധികം ഓർഡർ ഉണ്ട്. 1717. തരാം, എല്ലാ ദിവസവും കൊണ്ടുവരാം. ശരി ശരി. പിന്നെ പാലിൽ വെള്ളം ചേർക്കണ്ട, ഞാൻ ചേർത്തോളാം ആവശ്യത്തിന് കേട്ടാ. എന്റെ പേരെന്ന് പറഞ്ഞേ? സാബു. സാബു. ശരി. ഈ 1717 തന്നെ. വലിയ ഓക്കെ ഓക്കെ. സാബു, പിന്നെ വീട്ടിൽ 2 ലിറ്റർ പാല് കൊണ്ടുവരുമ്പോ അതിന്റെ കൂടുതൽ 3 ലിറ്റർ തൈരും കൂടെ കൊണ്ടുവരണേ. ധൈര്യം കൊണ്ടുവരാൻ ബുദ്ധിമുട്ടില്ലല്ലോ? 17 കൊണ്ടുവരാം. 7 ലിറ്റർ മൊത്തം. എന്റെ എത്താണ്ടോ അത് സാറേ, എന്റെ കോഴി മുട്ടയിടണ സാറേ. നല്ല മൂഡിലാണല്ലോ ഈ. എടൊച്ചിങ്ങനെ കള്ളും കുടിച്ച് തലങ്ങും വിലങ്ങും വീട്ടിൽ നടന്നാലേ കോഴി വേറെ വീട്ടിൽ പോയി മുട്ടയിടോ. അങ്ങനെ വഴിയില്ല സാറേ. അങ്ങനെ വരാൻ വയ്യില്ലേ? മണ്ടോതിരി സാറേ, ആ കോഴി വിജ്ഞാന കോശം കെട്ടടിക്ക്. ഓ ശരിയായി തരാം, എനക്ക് വയ്യുണ്ട് ഇവിടെ. വന്നല്ലോ, കോഴി വിജ്ഞാന കോശം വന്നല്ലോ. ഇപ്പൊ ശരിയായി തരാം. പൊടി കിട്ടി. അന്റെ കോയിന്റെ പ്രശ്നം ഞമ്മക്ക് പൊടി കിട്ടിക്കണം. ഇതിന് കോശത്തിന്റെ ആവശ്യമില്ല. കോശം കൊണ്ടേക്കോളി മണ്ടോതിരി മേഡം, കൊണ്ടേക്കോളി. എടോ, അന്റെ കോയി ഇറച്ചിപ്പീടിയന്റെ മുന്നിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞിനി. എനിക്കറിയില്ല സാർ. പാഞ്ഞിക്കനടോ, അതിന് പേടി കുടുങ്ങിയതാണ്. പേടിക്കേണ്ട കാര്യമില്ല, നമുക്കൊന്ന് മന്ത്രി ചോദിക്കണം. ഇങ്ങോട്ട് കൊണ്ട, ഇങ്ങോട്ട് വാ കോയ്യേ, ഇങ്ങോട്ട് വാ. ശരിയാക്കി തരാ, ഉസ്താദിന്റെ കയ്യിലല്ലേ. നന്നായിട്ട് ഊതിക്കണം. ഞാൻ ഒരു കുഴപ്പമില്ല. പെരെ പോയിട്ട് കോഴി ആദ്യം ഇടുന്ന മുട്ട കൊണ്ട് ഒരു ഓംലെറ്റ് ഉണ്ടാക്കിയിട്ട് അടുത്ത പള്ളിയിൽ ഉസ്താദിന് കൊണ്ട് കൊടുത്തേക്കണ്ടി. ഏത് ഉസ്താദ്? അവിടുത്തെ ഉസ്താദ് ഞാൻ തന്നെയാ. എന്നാ പോയി ചെല്ലി. ഡോ, ഇതൊക്കെ പ്രത്യേകിച്ച് പറഞ്ഞിട്ട് വേണോ? ദക്ഷിണ വെച്ചിട്ട് പോടോ. ഞമ്മക്ക് വേണ്ടിയിട്ടാണ്, എൻ്റെ കോയിൻ്റെ പുണ്യത്തിന് വേണ്ടിയിട്ടാണ്. ഓ സന്തോഷം. പോയിട്ട് വരും. നല്ല കോയും നല്ല മനുഷ്യനും. നീ മുട്ടയിട്ട് മടുക്കുന്നു. ഇതെന്താ കോഴിയൊക്കെ ആയിട്ട്? എന്റെ കോഴി മുട്ടയില്ല സാറേ, പക്ഷെ മൊയ്ത് സാർ മന്ത്രിച്ച് ശരിയാക്കി. മൊയ്തു സാർ മന്ത്രിച്ച പൂവൻ കോഴി മുട്ടയിടുവോ? ഒന്ന് പോടോ. ശരിയാണല്ലോ. അപ്പൊ മന്ത്രോ? കഴിഞ്ഞ തവണത്തെ കോഴി വിതരണത്തിന്റെ കണക്കാ 8 എണ്ണോ കുറവ്. കുറവുണ്ടാവും. കഴിഞ്ഞ ആഴ്ച 2 കറി വെച്ച് തന്നില്ലേ? പിന്നെ ഉണ്ണിക്കുട്ടനെ പറഞ്ഞാലും 3 കോഴീനെ തന്നത്. ബാക്കി 3 കോഴിയല്ലേ എന്റെ ബീവി ബിരിയാണി വെച്ച് കൊണ്ട് തന്നീനെ. മണ്ടോതിരിയെല്ലാം മറക്കുന്നു. കഴിച്ച കാര്യങ്ങളും കഴിഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ ഓർക്കാറില്ല. ഒന്നും ഓർക്കാതെയുള്ള കഴിപ്പൊന്ന് ശരീരം കണ്ടാ അറിയാം. ഈ കണക്കൊക്കെ ഇനി എവിടെ കൊണ്ട് എഴുതി തള്ളും? ബാക്കിയുള്ളതിനെ കുറുക്കം കൊണ്ടോ എന്ന് എഴുതിക്കോ. അതിന് ഇവിടെ എവിടെ കുറുക്കൻ? ഇവിടെ ചില കുറുക്കന്മാരൊക്കെ ഉണ്ട്. സാർ വത്സല മാഡം ഇല്ലേ? ഒരു മിനിറ്റ്. ഇല്ലല്ലോ. ദൈവമേ, ഇന്നും ഇല്ലേ? അയ്യോ, എന്ത് പറ്റി? ഇതെന്ത് കഷ്ടമായി. എനിക്ക് ഇന്നലെ തയ്ച്ചു തരാന്ന് പറഞ്ഞതാ. എനിക്ക് നാളെ കല്യാണത്തിന് പോകാനുള്ളതാ. ഇത് മൃഗാശുപത്രിയല്ല, തയ്യക്കടയല്ല, മൃഗാശുപത്രിയാണ്. അതെ, വർഷങ്ങളായിട്ട് ഞാനും എന്റെ പരിചയക്കാരും ഇവിടെ തയ്ക്കാൻ കൊടുക്കുന്നത്. ഇവിടെയോ? എന്താടി ഒരു ബഹളോ?
അതെ, എനിക്ക് ഇന്നലെ തയ്ച്ചു തരാന്ന് പറഞ്ഞതാ, ഇതുവരെ തയ്ച്ചിട്ടില്ല. സാറന്മാർ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. എൻ്റെ ഒരു പൾസ് ഇപ്പോൾ എൻ്റെ ആടിൻ്റെ അകിടിനൊരു സഞ്ചി തുന്നി തരാൻ പറഞ്ഞത് അത് ഇതുവരെ ഓള് തുന്നി തന്നില്ല. അതൊക്കെ ഓളെ ഡിപ്പാർട്ട്മെൻ്റാണ്, ഓളൊന്ന് ലീവ് പോവാ. ഇനി ഞാൻ നാളെ കല്യാണത്തിന് എന്ത് ചെയ്യും? അച്ചോടാ മാമന് മുത്തുകാരൻ കേട്ടോ. വത്സലാമ്മയുടെ സെമിനാറിന് പോയിരിക്കുക. സെമിനാർ. അതുകൊണ്ടൊരു കാര്യം ചെയ്യും, കല്യാണത്തിന് പഴയ പോലെ ഡ്രസ്സ് ഇട്ടോണ്ട് പോയിക്കോ. അതെ, കല്യാണത്തിന് പഴയതിടണോ പുതിയതിടണോ എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. ഈ സർക്കാർ ജീവനക്കാർ ഇങ്ങനെ തുടങ്ങിയ പാവപ്പെട്ട ഞങ്ങൾ എന്ത് ചെയ്യും? ഇനി ഞാൻ കല്യാണത്തിന് എന്തിടും? കുട്ടിയുടെ പേരെന്താ? നല്ല ദേഷ്യത്തിലാണല്ലോ മോളെ. ഒരു ഏലസ് മന്ത്രിച്ച് കെട്ടിത്തട്ടാ എനിക്ക്. അയ്യോ 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 സാറേ, എന്ത് പറ്റി? സാറേ ഓ ബോധം പോയി. എന്താ പറ്റി? അതെ, പ്രഷറിനുള്ള ഗുളിക കഴിച്ചിട്ടില്ല, പിന്നെ നല്ല ഷുഗർ ഉണ്ടല്ലോ. അതിന് കുഴപ്പമില്ല. നമ്മളെ കോഴി വസന്ത കടിക്കുന്ന ഇഞ്ചക്ഷൻ ഉണ്ടല്ലോ, അതെടുത്ത് ഓന്റെ ചന്തയ്ക്ക് കൊടുക്കി. ഓ ശരിയാണല്ലോ. മരുന്നെടുത്ത് കൊടുക്ക്. എന്തൊരു കിടപ്പം. ഇതാണോ? അതല്ല, കോഴി വസന്ത. വസന്തന്റെ മരുന്ന് അവിടെ തന്നെയാ ഉള്ളത്. ആ അതന്നെ എടുത്തുടി. എന്ത് കെട്ടാ കിടക്കണം പറ്റും. ആ കുത്തിക്കൂടി നോക്കണ്ട, മുയ്മ കയറ്റിക്കോളി. സാറേ എണീക്ക് നിങ്ങള്. അങ്ങനെ എണീക്ക്. വസന്തന്റെ കുഴപ്പമില്ല, എണീച്ചോടി. പ്രഷർ കുറഞ്ഞിട്ടുണ്ട്, പക്ഷെ നല്ല ഷുഗറാ. മധുചന്ദ്രലേഖ കണ്ണുകൾ കണ്ണുകളിടഞ്ഞു. സത്യശീല സാറ്? ഞാൻ സത്യശീല സാറാണ്. സാറിനെ വന്ന് കാണാൻ പറഞ്ഞായിരുന്നു. ആര്? കമ്പൗണ്ടർ. എന്താ കാര്യം? പശുവിന് ഇൻഷുറൻസ് നമ്പറും കിട്ടിയിട്ടില്ല. കടം വാങ്ങിച്ചതാണ് പശുവിനെ. എടോ, കൈ കാശില്ലെങ്കിൽ പിന്നെ എന്തിനാ താൻ കടം വാങ്ങിച്ച് പശുവിനെ വാങ്ങിച്ചത്? അതുകൊണ്ടല്ലേ ഇപ്പൊ കടം വന്നത്. അല്ല, ഒരു വരുമാന മാർഗം ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാ. കടം വാങ്ങിച്ചാൽ എങ്ങനെയാണ് വരുമാന മാർഗം ആകുന്നത്? അല്ല, വരുമാനം ആവുമെന്ന് വിചാരിച്ചു. അതെ സാറേ, എനിക്ക് പശുവിന് തൊഴുത്ത് കെട്ടണം, കടം തീർക്കണം. ഗവൺമെന്റ് ലോൺ തരും, പക്ഷേ ഇൻഷുറൻസും നമ്പറും കാണിക്കണം. അതൊക്കെ ശരിയാക്കി തരാം, പക്ഷേ അതിനൊക്കെ ചില രീതികളുണ്ട്. എന്ത് രീതികളായാലും നമുക്ക് നോക്കാം. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. താൻ പശുവിനെ കൊണ്ടുവന്നിട്ടുണ്ടോ? പശുവിനെ കൊണ്ടുവന്നിട്ടുണ്ട്, പുറത്ത് നിർത്തിയിട്ടുണ്ട്. എന്താ തന്റെ പശുവിന്റെ ജാതി? പശുവിനും ജാതിയോ? ഞാൻ ഹിന്ദുവാ, അതുകൊണ്ട് പശു ഹിന്ദു. അയ്യോ, എടോ, പശുവിന്റെ ഇനം ഏതാന്നാ ചോദിച്ചത്. ഇനം പശു ഇനം. പശു ഇനം? തന്റെ പശു ജേഴ്സിയാണോ? പശുവിന് എന്തിനാ സാറേ ജേഴ്സി? ഞാൻ പോലും ജേഴ്സി ഉപയോഗിക്കാറില്ല, പിന്നെ പശുവിന് തന്നെ ഞാൻ വെടിവെച്ച് കൊല്ലും. ആട്ടെ, താൻ പശുവിനെ കൊണ്ടുവന്നിട്ടുണ്ടോ? കൊണ്ടുവന്നിട്ടുണ്ട്. ഒരുവിധം വലിച്ചഴച്ചാ കൊണ്ടുവന്നത്. മൃഗാശുപത്രിയിൽ നിന്ന് കേട്ട് കഴിഞ്ഞാൽ അതിന് വരാൻ ഭയങ്കര മടിയാ. അതെന്താണെന്ന് അറിയില്ല, പക്ഷെ ഇവിടെ വരാൻ മാത്രമേ ഈ മടിയുള്ളൂ. ഓഹോ, അപ്പൊ ഇത്രയും വേഗം ഒന്ന് ശരിയാക്കി തന്നു കഴിഞ്ഞാ? അതൊക്കെ ശരിയാക്കി തരാം, പക്ഷേ താൻ എന്റെ ഈ മൊബൈൽ കണ്ടോ? അയ്യോ, ഇത് പഴയ സെറ്റല്ലേ സാറേ? ഇപ്പൊ താൻ തന്നെ പറഞ്ഞില്ലേ ഇത് പഴയ സെറ്റാണെന്ന്. എനിക്ക് ഇത് മാറ്റിയിട്ട് പുതിയതൊരെണ്ണം വാങ്ങിക്കണം. എന്തിനാ സാറേ? ഇതിലിങ്ങനെ കളിച്ചോണ്ടിരിക്കാലോ, ഗെയിമുകളൊക്കെ കളിക്കാം. പക്ഷേ ഭയങ്കര വിലയാവും. വിലയാവാതിരിക്കോ? നല്ലത് കിട്ടണമെങ്കിൽ നല്ല വില കൊടുക്കണ്ടേ? അതെ. തനിക്ക് ലോഡ് വേണ്ടേ? അത് വേണം. തൊഴുത്ത് കെട്ടണ്ടേ? അതും കെട്ടണം. കടം തീർക്കണം. അപ്പൊ താൻ എനിക്കൊരു മൊബൈൽ വാങ്ങിച്ചു തരണം. എന്താ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, വാങ്ങിച്ചു തരുമോ? വാങ്ങിച്ചു തരാം. വാങ്ങിച്ചു തരുമോ? വാങ്ങിച്ചു തരാം. വാങ്ങിച്ചു തരാം. അപ്പൊ താനൊരു കാര്യം ചെയ്താൽ മതി, നാളെ പോയിട്ട് മൊയ്തൂരെ കണ്ടാൽ മതി, ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ശരിയായി തരാം കേട്ടോ. അപ്പൊ താനൊരു കാര്യം, വലിയ സ്ക്രീനുള്ള മൊബൈലിനെ നോക്കി വാങ്ങിക്കും കേട്ടോ. അപ്പൊ ഈ 1000-2000 കൂടിയാലും കുഴപ്പമില്ല, വാങ്ങിച്ചോ, ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നടത്തി തരാം കേട്ടോ. എന്നാ ശരി, എനിക്കാണെങ്കിൽ കളിക്കാൻ പുതിയായിട്ട് വയ്യ. നിങ്ങളെപ്പോലുള്ള ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ ഞങ്ങളെപ്പോലുള്ള പാവപ്പെട്ടവന്മാരെ നെഞ്ചത്താണല്ലോ കളിക്കുന്നത്. എന്താണ്? സിപ്പപ്പ് ഉണ്ടാക്കി കളിക്കാൻ. സിപ്പപ്പേ. സാറേ, എന്റെ പശുവിന് ചെന പിടിച്ചില്ല, അതുകൊണ്ട് സാറൊന്ന് ശ്രമിച്ചെങ്കിൽ. സാർ ഒന്നും കൂടി ഒന്ന് ശ്രമിച്ചാ. അല്ലടോ, ഇതിനു മുമ്പ് നമ്മള് കുത്തിവെച്ചതല്ലേ? അതെ, എന്നിട്ട് അങ്ങടെ ഏക്കണില്ല സാറേ. അല്ലെന്നിപ്പോ ഇത് പശു അല്ലേ, കാളേറ്റാണോ? പശുവാണ്, ജേഴ്സി പശു.
ഇതിപ്പോ എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഗർഭം കുത്തിവെച്ചിട്ട് അലസിപ്പോണതേ. ഇത് ആരോ എന്നെ മനഃപൂർവ്വം നാണം കെടുത്താൻ അബോർഷൻ ചെയ്താണോ എന്ന് പറയാൻ എനിക്ക് ഡൗട്ട് ഉണ്ട്. ഇല്ല സാറേ, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലെന്നേ. അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ പശുവിനെയും കൊണ്ടിങ്ങോട്ട് വാ, നമുക്ക് ഒരു കൈ നോക്കാം. എന്നാ സാറേ എന്റെ പശുവിനെ ഞാൻ തേച്ചൊരിച്ച് കുളിപ്പിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാം. കൊണ്ടുവരും. ശരി സാർ. ആ ചെല്ലി ചെല്ലി. അത് കുത്തിവെച്ചിട്ട് പിന്നെ അത് ഏടെ പോയിപ്പോ? അത് കൃത്യമായിട്ട് കുത്തിവെച്ചതാണല്ലോ. നീലാട്ടെ സാർ, ഇൻഷുറൻസിന് നമ്പറിനുമായിട്ട് ഇവിടെ കയറി ഇറാൻ തുടങ്ങിയിട്ട് കുറെ ദിവസമായി. ഇനി സാറും കൂടെ ഒപ്പിട്ടാ എല്ലാം ഓക്കെ ആവും. അതും കൂടെ വേഗം ഒന്ന് ശരിയാക്കിയിരുന്നെങ്കിൽ ഞാനും ഹാപ്പി, എന്റെ പശു ഹാപ്പി. പക്ഷെ നമ്മൾ ഹാപ്പി അല്ലല്ലോ. സാറിനെ ഹാപ്പിയാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ഇക്കിളിയാക്കേണ്ടി വരും. പറയണ്ടേ? എന്റെ തണ്ടോ ഈ കാണിക്കണേ? ഹാപ്പിയാക്കാൻ അന്റെ പശുവിടെ? അത് പുറത്തുണ്ട്, കയറി വരാൻ പറയണോ? എന്റെ ആളെ തമാശിക്കുക. പശുവിനെ എനിക്ക് കാണണോ? എന്നാലേ ഇൻഷുറൻസ് നമ്പറൊക്കെ ഞാൻ തരുള്ളൂ. ഓഹോ, എന്നാ കാണാം. വരണം. അങ്ങനെ വിളിക്ക്. വരണം. ഇതാണ് എന്റെ പശു. ഇതോ? സത്യശ്രീ സാറെ കേട്ടില്ലേ? ഇത് പശുവാൻ പോലെ. ഇത് പശുവാണ്. പശു അല്ലേ ഇത്? എടോ, ഞാൻ ഹാപ്പി അല്ലാത്തോടത്തോളം കാലം ഇത് പശുവല്ല. എനിക്ക് മൊബൈൽ വാങ്ങിച്ചു തരാത്രത്തോളം കാലം ഇതെങ്ങനെ പശുവാവും? അതുപോലെ തന്നെ ദിവസം എന്റെ വീട്ടിൽ പാല് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് കൊണ്ടുവന്നിട്ടില്ലല്ലോ, അതുകൊണ്ട് ഇത് പശു അല്ല. ചുരുക്കത്തില് ഞങ്ങൾ എല്ലാവരും ഹാപ്പി ആയാലേ ഇത് പശു ആവൂ. അപ്പൊ ഇത് പശു അല്ല. അല്ല. എനിക്കുണ്ടായിരുന്ന ഒരു പശുവായിരുന്നു. അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ സ്ഥിതിക്ക് ഇത് പശു അല്ലല്ലോ. അപ്പൊ ഇത് എന്റേതല്ല. ഇതിവിടെ നിൽക്കട്ടെ, ഞാൻ വീട്ടിൽ പോവാം. എങ്ങോട്ട് പോണ്? അല്ല, അവിടെ ഇതിനോട് തീരുമാനം ഉണ്ടാക്കണല്ലോ. എന്ത് തീരുമാനം? ഇതെന്റെ പശു അല്ലല്ലോ. അല്ല മൊയ്തു സാറേ, ഇതിപ്പോ നിർത്തി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. അത് കൂടാതെ ഇതിന് ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ ചത്തുപോയി കഴിഞ്ഞാൽ മൃഗവകുപ്പ് വന്ന് ആകെ പുലിമലാവും. അല്ലടോ, ഇത് അന്റെ പശുവിന് ഇജ്ജ് കൊണ്ടേക്കോ? അല്ല, അന്റെ പശുവിന് ഇജ്ജ് കൊണ്ടേക്കോ? ഇപ്പൊ ഇത് പശുവായി അല്ലേ? തൽക്കാലം ഇവിടെ നിൽക്കട്ടെ. നിങ്ങൾ കൊണ്ടുപോയിക്കോളി. ശരിയായിക്കോട്ടെ. ഇൻഷുറൻസ് നമ്പർ ഒക്കെ ഞാൻ ശരിയാക്കി തരും. പശുവിനെ കൊണ്ടുപോയി. ഇപ്പൊ ഇത് പശുവായി, ഇൻഷുറൻസ് ഓക്കെ, നമ്പർ ഓക്കെ. ഇനി ഇതിനെ ഇവിടെ നിന്ന് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഇൻഷുറൻസിന് നമ്പർ മാത്രം പോരാ, പിന്നെ ഇതിന് ഓക്കെയും പിണ്ണാക്കും വാങ്ങിക്കാനുള്ള 1000 രൂപയും കൂടെ വേണം. 1000 രൂപ കൂടെ വേണം. 1000 രൂപ കൊടുത്തേക്ക് സാർ. അത് ഷെയർ ചെയ്യല്ലേ? എന്ത് ഷെയർ? ഞാൻ ആടി നിർത്തി. അതെ, ഞാനിപ്പോ നിക്കണോ പോണോ? 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 അല്ല സ്വയംവര സാറേ, സാധാരണ നമ്മള് പൈസ ഇങ്ങോട്ടല്ലേ മേടിക്കല്? ഇത് പോനുമ്പോൾ അങ്ങോട്ട് കൊടുത്തല്ലേ? അപ്പൊ മുമ്പിളിപ്പോ ക്ഷീര കർഷകനും ഓൻ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായോ?